ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ പ്രമോയിൽ കണ്ടതുപോലെ തന്നെ ലാലേട്ടൻ വൻ പൊളിയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. സാധാരണ അമിട്ട് പോലെ ഒരു പ്രമോ വന്നിട്ട് എപ്പിസോഡിൽ ഓലപ്പടക്കം പോലെ ആയിരിക്കും. ഇന്ന് ലാലേട്ടൻ ഫയർ തന്നെയായിരുന്നു. ജാസ്മിനെയും ഗബ്രീനെയും റസ്മിനെയും ജിൻഡോയിനെയും എല്ലാരെയും തന്നെ പൊളിച്ചടുക്കി എന്ന് വേണം പറയാൻ. കണ്ടസ്റ്റൻസിനെ എല്ലാരെയും തന്നെ ഇന്ന് ലാലേട്ടൻ പൊരിക്കുന്നുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് പ്രേക്ഷകർ പറഞ്ഞൊരു കാര്യമായിരുന്നു ജാസ്മിൻ ചായയിൽ തുമ്മിയ സംഭവമൊക്കെ. അത് ലാലേട്ടൻ വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വന്ന ആദ്യത്തെ ദിവസം തന്നെ നല്ല ചായ കിട്ടിയില്ല എന്നും പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കിയ ആളായിരുന്നു ജിൻഡോയുടെ റിയാക്ഷൻ കാണേണ്ടത് തന്നെയായിരുന്നു. ഓരോരുത്തരുടെ റിയാക്ഷൻ തന്നെ കാണണമായിരുന്നു ആ ചായ കുടിച്ചല്ലോ എന്നുള്ള രീതിയിൽ. ജാസ്മിൻ പല സമയത്തും മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്നതിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. മറന്നു വെച്ചിട്ടൊക്കെ പോണെയാണെന്നുള്ള രീതിയിൽ ജാസ്മിൻ അവിടെ സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിൽ മൈക്ക് ഊരി വെച്ചിട്ട് ഗബ്രിയോട് ഇരുന്ന് സംസാരിക്കുന്നു, അല്ലാതെ പല സ്ഥലത്ത് മൈക്ക് ഊരി വെച്ചിട്ട് പോകുന്നതും എല്ലാം തന്നെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തു. ജിൻഡോ ആണെങ്കിലും ജാസ്മിനും ഗബ്രീനും പൊളിച്ചടുക്കുകയാണ് ഉണ്ടായത്. ജിൻഡോ അപ്പൊ പറയുന്നുണ്ടായിരുന്നു ജാസ്മിനും ഗബ്രീനും എപ്പോഴും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്, ബാത്റൂമിൽ പോലും മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നുണ്ടെന്ന് ജിൻഡോ അപ്പൊ പറയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഗബ്രി തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മോർണിംഗ് സോങ് വയ്ക്കുമ്പോൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കേൾക്കില്ല എന്നുള്ള രീതിയിലും. ഇവനാള് കൊള്ളാലോ, ഇവൻ ഇത്രയൊക്കെ അറിയാലോ എന്ന് താൻ വിചാരിച്ചു എന്നുള്ള രീതിയിൽ ഗബ്രിക്കിട്ട് ഒരു കൊട്ടുമായിരുന്നു ജിൻഡോ പറഞ്ഞത്. പിന്നെ ബാത്റൂമിന്റെ കേസൊക്കെ പറഞ്ഞത് പുറത്ത് എങ്ങനെയായിരിക്കും ആളുകൾ വിചാരിക്കണമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ആളുകൾ എന്തായാലും എല്ലാം കാണുന്നുണ്ട്, അതൊക്കെ അവർ മനസ്സിലാക്കിക്കോളും എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ അവിടെ സംസാരിക്കുന്നത്. ജിൻഡോ ഉറങ്ങുന്ന വീഡിയോ ഒക്കെ കാണിച്ച് ജിൻഡോനെ ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നുണ്ട്. ജിൻഡോ ഓവർ ഷോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് റസ്മിയും വളരെ ഓവർ സ്മാർട്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ തന്നെ സിജോയുടെ കാര്യത്തിൽ ഇവർ ചോദിക്കാണ്ടിരുന്നതിന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ജാസ്മിനും റസ്മിനും ഒക്കെ അവരുടെ സൈഡ് ഓക്കെ ആക്കാൻ വേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഓവർ സ്മാർട്ട് കാണിക്കലും ലാലേട്ടൻ പൊളിച്ചടുക്കി. രണ്ടുപേർക്കും കണക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ തന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇന്നത്തെ എപ്പിസോഡ്? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.